നമ്മൾ ഈ മാസത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്യുമിൻസിൻ്റെ ആണ്. ഇപ്പം ഇവരുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡീസൽ ജനറേഷൻ സെറ്റ്സ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജനറലി സമ്മർ വരുന്നുണ്ട്, അപ്പം പവർ കട്ടിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ നല്ല റിസൾട്ട്, ഈ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ് സിനാരിയോ മാനേജ്മെൻറ്റ് കമൻട്രിയും വളരെ ബുള്ളിഷാണ്. അവർ പറയുന്ന ഒരു മേജറായിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഡേറ്റാ സെൻറ്റേഴ്സ് ആണ്. കാര്യം ഇപ്പം നമുക്കറിയാം ഒരുപാട് ഡേറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്, 24/7 ആണ്. അപ്പോൾ 24/7 വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പവർ എപ്പോഴും ആവശ്യമാണ്, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡേറ്റാ സെൻറ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹൈ കപ്പാസിറ്റി ഉള്ള ജനറേറ്റർ സെറ്റ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ക്വാർട്ടർ നെക്സ്റ്റ് ഇയർ, ഈ വർഷത്തെ ലാസ്റ്റ് ക്വാർട്ടറും നെക്സ്റ്റ് ഇയറിൻ്റെ ഫിനാൻഷ്യലിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറൊക്കെ അവർക്ക് നല്ല ഡിമാൻഡ് സിനാരിയോ അവർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല റിസൾട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് നല്ലൊരു റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ് ക്യുമിൻസ് ഇന്ത്യ. അത് മേടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അമർരാജ ബാറ്ററി എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിൻ്റെ പേര് ഇപ്പോൾ അമർരാജ എനർജി ആൻഡ് മൊബിലിറ്റി സെൻ്റർ എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് മുമ്പ് നല്ല റിട്ടേൺ കൊടുത്ത ഒരു ഷെയറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ MD ഒന്ന് പൊളിറ്റിക്സിലുണ്ടായിരുന്നു. പണ്ട് കോൺഗ്രസിൻ്റെ MD ആയിരുന്നു, പിന്നെ TDPയിലോട്ട് പോയി. അപ്പോൾ കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കമ്പനിക്ക്. അതാണ് അത് ഒരു ലാസ്റ്റ് കുറേ ദിവസമായിട്ട്, ലാസ്റ്റ് 1 to 2 years ആയിട്ട് റേഞ്ച് ബോണ്ടാണ്. അപ്പോൾ ലാസ്റ്റത്തെ മാനേജ്മെൻറ്റ് കമൻട്രിയിൽ അവർ പറഞ്ഞു പൊളിറ്റിക്സിൽ നിന്നൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ബിസിനസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ് ഇപ്പം ബാറ്ററി ബിസിനസ് വേൾഡ് വൈഡ് ആയിട്ടിരിക്കുന്നത്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ലിത്തിയം ബാറ്ററിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ അവർ പ്രൊഡക്ഷനിലോട്ട് പോയിട്ടുണ്ട്. കാര്യം ഇന്ത്യയിൽ ഉള്ള ഇപ്പോൾ എല്ലാ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററീസും ഇമ്പോർട്ടാണ് ചെയ്യുന്നത് ചൈനയിൽ നിന്ന്. നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല, നമുക്ക് മെയിനായിട്ട് ലെഡ് ബാറ്ററീസേ ഉള്ളൂ, നമ്മൾ സാധാരണ ബാറ്ററീസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് അവർ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് ജോൺസൺ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനിയായിട്ട് ഇതുണ്ടായിരുന്നു, സ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് അവർ എക്സിറ്റായി. അപ്പോൾ ഇവർക്ക് എക്സ്പോർട്ടിനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നോർത്ത് അമേരിക്കയിലൊക്കെ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു 2 to 3 year പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് അമർരാജ എനർജി ആൻഡ് മൊബിലിറ്റി. കാരണം അവരൊരു ബിസിനസ്സിൻ്റെ നല്ലൊരു രീതിയിൽ നെക്സ്റ്റ് ലീഗിൽ പോകാനായിട്ടാണ് അവരെല്ലാം പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഒരു 6 months വീഡിയോ എടുക്കാം. പിന്നെ നമ്മളെടുത്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 1 to 2 years നല്ല റിട്ടേൺ കിട്ടുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ FDC ജനറലി ഫാർമ സെക്ടേഴ്സ് വളരെ ബുള്ളിഷാണ്. കാരണം അമേരിക്കൻ ബിസിനസ് നല്ല സ്ട്രോങ് ആണ്. കുറേ വർഷം കഴിഞ്ഞിട്ട് നമുക്കറിയാം 2014-15 നമ്മൾ ലാസ്റ്റ് ഒരു നല്ല ഫാർമ റാലി കണ്ടത്. പിന്നെ ഒരു 4 to 5 years ആയിട്ട് എല്ലാം സൈഡ് വേവ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സിനാരിയോ ഇപ്പോൾ തിരിച്ച് വരുന്നുണ്ട്. കാരണം അമേരിക്കയിൽ നല്ല ബിസിനസ് വരുന്നുണ്ട്. അവിടെ ഡ്രഗ് ഷോർട്ടേജ് വളരെ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പുതിയ കമ്പനീസ് സപ്ലൈ ചെയ്യാൻ പാടാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനീസ് ആയിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അതുമല്ല ഈ എക്സിസ്റ്റിംഗ് കമ്പനീസ് നല്ല ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം ഈ ക്വാർട്ടറിൽ തന്നെ ഫാർമ കമ്പനീസിൻ്റെ റിസൾട്ടൊക്കെ ബെറ്ററാണ് കമ്പാരിറ്റീവ്ലി. അതൊന്ന് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ കെമിക്കൽസ്, അതിൻ്റെ റാ മെറ്റീരിയൽസിൻ്റെ വിലയും കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് കെമിക്കൽ കമ്പനീസിൻ്റെ റിസൾട്ട് മോശമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഫാർമ കമ്പനിക്കാണ്. കാരണം അവർക്ക് റാ മെറ്റീരിയൽ കോസ്റ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ മേടിക്കാവുന്ന ഒരു ഫാർമ കമ്പനിയാണ് FDC. പിന്നെ അക്സോനോബൽ നമുക്കറിയാം നെർലാക്ക് എന്നുള്ള പെയിന്റ് കമ്പനിയാണ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ പെയിന്റ് ബിസിനസ് ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തുള്ള ഏഷ്യൻ പെയിന്റ്സും ബർജറാണ്. ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും HNA ആയാലും എല്ലാം കൂടുതലും ഹോൾഡ് ചെയ്യുന്നത് ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് ബർജർ പെയിന്റ്സ് ആണ്. അപ്പോൾ ഇത് അണ്ടർ ഓൺഡ് ആയിട്ടുള്ള ഒരു ഷെയർ ആണ്. കമ്പാരിറ്റീവ് വാല്യൂഷൻ നോക്കുമ്പോൾ അറൗണ്ട് 30 ഉള്ളൂ. കാര്യം ബാക്കിയുള്ള പെയിന്റ് കമ്പനിയൊക്കെ ഹൈ വാല്യൂഡ് ആണ്. നല്ല പ്രോഡക്റ്റ് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ റിസൾട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടും ആയിരുന്നു. മാനേജ്മെൻറ്റും പോസിറ്റീവാണ് ഔട്ട്ലുക്കിൽ. അപ്പോൾ അത് നമുക്ക് ഈ സെക്ടറിൽ നല്ലൊരു ഷെയറാണ്, മേടിക്കാവുന്നതാണ്. ലാസ്റ്റ് അവാന്തി ഫീഡ്സ് ആണ്. ഇത് നമ്മൾ മുമ്പൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു 3-4 വർഷമായിട്ട് റേഞ്ച് ബൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ബിസിനസ് ഔട്ട്ലുക്ക് കുറച്ച് മോശമായിരുന്നു. അതുപോലെ അതിൻ്റെ റാ മെറ്റീരിയൽ കോസ്റ്റ് സോയാബീൻ അതുപോലത്തെ അതിൻ്റെ വില കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം അതിൻ്റെ റാ മെറ്റീരിയൽ കോസ്റ്റും കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിസിനസ് സിനാരി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരുപാട് അക്വാ കൾച്ചർ അതുപോലത്തെ ഇത് സീ ഫുഡ്സിനൊക്കെ ഗവൺമെൻറ്റും കൂടുതൽ പ്രോജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാമത്തെ കമ്പനി അവാന്തി ഫീഡ്സ് ആയിരിക്കും. കാരണം ഈ സീ ഫുഡ്സ് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ലിസ്റ്റഡ് പ്ലെയേഴ്സിൽ വളരെ കുറവാണ്.
അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ റിസൾട്ടും കമ്പാരിറ്റീവ്ലി ബെറ്ററായി വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് റിസൾട്ടും കുറച്ച് ആവറേജ് ആയിരുന്നു. ഡിമാൻഡ്സിന് മെയിൻലി US ഡിമാൻഡ് കുറവായിരുന്നു. ഇപ്പോൾ അത് ഡിമാൻഡ് റിക്കവറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാവുന്നുണ്ട്. അതുപോലെ റാ മെറ്റീരിയൽ കോസ്റ്റും കുറയുന്നുണ്ട്. അതിന് 2 അഡ്വാൻറ്റേജും വരുന്ന ക്വാർട്ടർ റിസൾട്ട്സിൽ നമുക്ക് കിട്ടുന്ന കാര്യം, ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലെവലിൽ മേടിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ മാസത്തെ റെക്കമെൻഡേഷനാണ്. നമുക്കെല്ലാം ITC അവരുടെ ഈ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ കമ്പനി സ്റ്റേക്ക് വിൽക്കുന്നൊക്കെ റൂമറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഇറങ്ങിപ്പോയതാണ്. പിന്നെ അവർ ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റേക്കൊക്കെ വിൽക്കാവുന്നതുകൊണ്ടാണ് കുറച്ച് ഇത് ഹോൾഡ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. AB ക്യാപിറ്റൽ പ്ലസിലാണ് നിൽക്കുന്നത്. ഗ്ലാസ് ഓഫ് ഫാർമയും നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാർഗറ്റ് എത്തിയില്ല. അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. CESും JM ഫിനാൻസും ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് നല്ലൊരു അപ്രീസിയേഷൻ കാണിക്കുന്നു, മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഹോൾഡ് ചെയ്യാനാണ്. അപ്പോൾ കമ്പനീസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഹോൾഡ് ചെയ്യാവുന്ന കമ്പനിയാണ്. നിഫ്റ്റി കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് കമ്പനീസ് നമുക്ക് കഴിഞ്ഞ മാസത്തെ മീറ്റിംഗ് ഈ മാസം മീറ്റിംഗ് ഇടയിൽ കയറിയിട്ടുണ്ടെങ്കിലും നിഫ്റ്റി അണ്ടർ പെർഫോമഡാണ്. -5% നിഫ്റ്റി ഡൗൺ ആണ്. ഇതൊരു 3 മ്യൂച്വൽ ഫണ്ട്സിന് NFO ആണ്. ബജാജ് ഫിൻസർവിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടാണ് വരുന്നത്. 20th ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാ ഒരുപാട് ഈ എനർജി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ AMCയും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ SBI എനർജി ഓപ്പർച്യൂണിറ്റി ഫണ്ടാണ് നമ്മൾ ഇപ്പോൾ NFO നടക്കുന്നത്. അതും 20th ക്ലോസ് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് കഴിഞ്ഞ മീറ്റിങ്ങിൽ വന്നായിരുന്നു. NFO വരുന്നുണ്ട്. അത് ഇതിപ്പോൾ HSBCയാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്, മണി മാർക്കറ്റ്, ബോണ്ട്, ഗോൾഡ് എല്ലാത്തിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ NFO ഇപ്പം നടക്കുന്നുണ്ട്. 22nd അത് ക്ലോസ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആകുന്നുണ്ട്. നമ്മൾ നിഫ്റ്റിയുടെയും മിഡ് ക്യാപ് സ്റ്റോക്സിൻ്റെയൊക്കെ ജനറലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി സ്റ്റോക്സിന് കാര്യമായിട്ടുള്ള ഒരു ഇൻഡെക്സിന് കാര്യമായിട്ടുള്ള ഗെയിൻസ് ഒന്നും വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 21,800 ലെവൽസിൽ തന്നെയാണ് ഇപ്പോഴും നിഫ്റ്റി നിൽക്കുന്നത്. അതേസമയത്ത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്സ് അന്നത്തെ കാട്ടി 2.5% ഇൻഡെക്സ് കയറിയിട്ടുണ്ട്. സ്മോൾ ക്യാപ്സും അറൗണ്ട് 2.7-2.8% കയറിയിട്ടുണ്ട്. നിഫ്റ്റി എന്തുകൊണ്ട് കയറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ ഒരു ഹെവി വെയ്റ്റ് സ്റ്റോക്ക്, ദാറ്റ് ഈസ് HDFC Bank, ഇറ്റ് ഹാസ് ബീൻ ഡ്രാഗിങ് ഡൗൺ ദ നിഫ്റ്റി സിൻസ് ദ റിസൾട്ട്സ് കെയിം. അപ്പം HDFC Bank ഈസ് ഹാവിങ് അറൗണ്ട് 15% വെയിറ്റേജ് ഇൻ നിഫ്റ്റി. അത് ഏകദേശം ഈ റീസെൻ്റായിട്ട് വന്ന ഹൈയിൽ നിന്ന് ഏകദേശം 10% ഡൗൺ ആണ്. അപ്പോൾ നിഫ്റ്റി ഇനി നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ HDFC Bank ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യണം. റിലയൻസ് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ റിലയൻസ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു. പക്ഷെ എന്നാലും മാർക്കറ്റ് മൊത്തത്തിൽ കയറിയ ആ റേഞ്ച് വെച്ചിട്ട് റിലയൻസ് മുകളിലോട്ട് പോയിട്ടില്ല. പിന്നെ നമുക്കുള്ളത് ഇപ്പോൾ വന്ന ഈ Q3 റിസൾട്ട്സ് ആണ്. തേർഡ് ക്വാർട്ടർ റിസൾട്ട്സ് മിക്കവാറും എല്ലാം വന്നു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ വരാനുണ്ട്. അതിൽ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് തേർഡ് ക്വാർട്ടർ റിസൾട്ട്സ് വന്നതിൽ ഒരു 1000 കമ്പനീസിൻ്റെ റിസൾട്ട്സ് വന്ന കമ്പനീസിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഞങ്ങളൊന്ന് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് the profit has grown by 25%, while the sales has only grown by 6%. അപ്പം സെയിൽസ് 6% കയറി, എന്നാൽ പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓവർ ദി ലാസ്റ്റ് സെവറൽ മന്ത്സ് എല്ലാ റോ മെറ്റീരിയൽ പ്രൈസസ് ഹാവ് കം ഡൗൺ ഷാർപ്ലി. ഫോർ എക്സാമ്പിൾ കെമിക്കൽസ്, ഇപ്പം നമ്മൾ റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള സോളാർ പാനൽസ്, ഇപ്പോൾ കോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഡൗൺ ബൈ 80% ഓഫ് ദി പ്രൈസ് ഫ്രം ഇൻ ദ ലാസ്റ്റ് 4-5 months. അപ്പോൾ കമോഡിറ്റി പ്രൈസസ് ജനറലായിട്ട് നന്നായിട്ട് താഴെ വന്നതുകൊണ്ട് അവർ കമ്പനീസ് ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. അതിൽ തന്നെ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സും പിന്നെ പവർ സ്റ്റോക്സുമാണ്. ഈ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിൻ്റെ റോ മെറ്റീരിയൽസ് മിക്കവാറും കെമിക്കൽസ് ആണ്, ബൾക്ക് കെമിക്കൽസ് ആണ്. റോ മെറ്റീരിയൽസ് കുറഞ്ഞ കാരണം ദേ ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. പിന്നെ US സപ്ലൈ ചെയ്യുന്ന ജനറിക് പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ലൈക്ക് സൈഡസ്, കാഡില, പിന്നെ ഡോക്ടർ റെഡ്ഡീസ്, ഇതുപോലുള്ള കമ്പനീസ് ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ ആൻഡ് ദേ വിൽ സ്റ്റിൽ ഗോ ഫർദർ.
പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഇപ്പം ഒരു റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന പവർ സെക്ടർ. ഈ പവർ സെക്ടർ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പവർ സെക്ടറിൻ്റെ ഡിമാൻഡ് 8 to 9% ഗ്രോത്ത് ഉണ്ട്. ഇന്ത്യയുടെ എക്കോണമി ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ റിക്വയർമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പവറാണ്. പക്ഷേ ഇന്ത്യയിലൊരു പവർ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്. ലൈക്ക് പവർ ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മൾ കൂടുതൽ പവർ റിക്വയർമെൻറ്റ്സ് വരുമ്പോഴത്തേക്ക് പവർ മാനുഫാക്ചറിങ്, പവർ ട്രാൻസ്മിഷൻ, ഇതിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതിൽ വരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ റിന്യൂവബിൾ എനർജിക്ക് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റിന്യൂവബിൾ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് യു ആർ അവെയർ സോളാറും ആ രീതിയിലുള്ള എനർജീസാണ് നമ്മൾ റിന്യൂവബിൾ എനർജിയിലോട്ട് വരുന്നത്. പിന്നെ ഈ ഇലക്ട്രിക്കൽ കൺവേർഷൻ ഓഫ് വെഹിക്കിൾസ്, ഇതെല്ലാം റിന്യൂവബിൾ എനർജി സോഴ്സിലാണ് വരുന്നത്. അപ്പോൾ അത് കാരണം ഈ പവർ സ്റ്റോക്സിൽ നമുക്ക് തന്നെ അറിയില്ല ഇപ്പോൾ ഒത്തിരി പവർ സ്റ്റോക്സ് കയറുന്ന കാരണം സോ മെനി കമ്പനീസ് ഹാവ് ചേഞ്ച് ദെയർ നെയിം ടു റിന്യൂവബിൾ ഓർ സോളാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജെനുവിൻ കമ്പനീസ് ഏതാണ് അല്ലാത്ത ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ അതിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ടാറ്റ പവർ എന്നുള്ള കമ്പനി അവർ ഈ സോളാർ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രസ്റ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ടാറ്റ പവർ നമ്മൾ ഹ്യൂജ് ടേൺ ഓവർ ഉള്ള കമ്പനി. ഐ തിങ്ക് ദേ ആർ മേക്കിംഗ് എ ക്വാർട്ടർലി പ്രോഫിറ്റ് ഓഫ് 400-450. അതുപോലെ നല്ല നല്ല കമ്പനീസ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒത്തിരി കമ്പനീസ് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. പിന്നെ ഈ വിൻഡ് എനർജി സ്റ്റോക്സും ഒത്തിരി കയറുന്നുണ്ട്. നല്ല സ്റ്റോക്സും ഉണ്ട്. അതിൽ ഇപ്പം വിൻഡ് എനർജിയിൽ നമുക്ക് എപ്പോഴും മനസ്സിൽ വരുന്നത് സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡ് നേരത്തെ വലിയ റേറ്റൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് 5-6 രൂപയ്ക്ക് ആയി. അത് കഴിഞ്ഞിട്ട് 22-23 റുപ്പീസ് ആയിരുന്നപ്പോഴത്തേക്ക് റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ട് അവരുടെ ഡെറ്റ് എല്ലാം പോയി. അപ്പോൾ ഞാൻ പലർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നൗ ഇറ്റ് ഹസ് കം ടു ഓൾമോസ്റ്റ് 48-49 റുപ്പീസ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡൊക്കെ നമുക്ക് ഈ വിലയ്ക്കും ഒരു കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ മേടിക്കാൻ കുഴപ്പമില്ലാത്ത ഷെയർസാണ്. കാര്യം ഇപ്പോൾ കാർത്തികിനോട് ചോദിക്കണമെങ്കിൽ കാർത്തിക് സാർ ഒരു ഡെറ്റുള്ള കമ്പനിയാണ്, നേരത്തെ അണ്ടർ പെർഫോമൻസ് ഉള്ള കമ്പനിയാണെന്നെല്ലാം പറയും. സത്യമാണ്. പക്ഷേ അതിനകത്ത് ഒത്തിരി സ്റ്റോക്സ്. അപ്പോൾ നമ്മൾ വിൻഡ് എനർജി, പിന്നെ ഈ റിന്യൂവബിൾ എനർജിയിൽ സോളാർ എനർജി, ഈ പേര് പറയുന്ന സ്റ്റോക്സ് എല്ലാം ഒത്തിരി കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതെല്ലാം ഡബിളും ട്രിപ്പിളും ആയിട്ടൊക്കെ ഇതൊക്കെ നമ്മൾ മേടിക്കാൻ കൊള്ളാമോ എന്നുള്ള ഒരു ചോദ്യമാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് ഇതിനകത്ത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പവർ സെക്ടർ സ്റ്റോക്സ് വി ക്യാൻ സ്റ്റിൽ ബൈ. ഓക്കെ, അത് നമ്മൾ ചിലപ്പോൾ ഇനി കറക്ഷൻ എന്ന് പറയുന്നത്, ഈ കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എപ്പോൾ വരുമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ ഇച്ചിരി ഓവർ വാല്യൂഡാണ്, ഒരു കറക്ഷൻ എപ്പോഴെങ്കിലും വരാം എന്ന് പറയും. നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിഫ്റ്റി തന്നെ ഇപ്പം ആ കോവിഡ് ടൈമിൽ 2020 ഏപ്രിലിൽ നിന്ന് നിഫ്റ്റി അന്ന് 7,500 ആയിരുന്നു. ഇറ്റ് ഹാസ് കം ടു അറൌണ്ട് 22,000. ദാറ്റ് ഈസ് നിഫ്റ്റി ഹാസ് ഗോൺ അപ്പ് ബൈ 3 times. അതേസമയത്ത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് മൾട്ടിപ്ലൈഡ് ബൈ 5 times. അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീനിങ് കറക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഒരു ദിവസം ഒരു ഇന്നലെയൊക്കെ 2%, 3% മിഡ് ക്യാപ്പ് വീണപ്പോൾ തന്നെ എല്ലാവരും പാനിക്കായി. അയ്യോ, കയ്യിരിക്കുന്ന സ്റ്റോക്സിൻ്റെയൊക്കെ വില കുറഞ്ഞു പോയി, വിൽക്കണോ എന്നുള്ള ഒരു പാനിക്കാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കറക്ഷൻസാണ്. 400-500% കയറിയതിൽ 2%, 3% കറക്ഷൻ വരുമ്പോഴത്തേക്കാണ് ആൾക്കാർ പാനിക്കാവുന്നത്. അപ്പോൾ ശരിക്കുള്ളൊരു 30% കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മിഡ് ക്യാപ്പിലൊക്കെ നമ്മുടെ കയ്യിരിക്കുന്ന സ്റ്റോക്സിൻ്റെയൊക്കെ വില എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ വാട്ട് വി ആർ ഇൻവെസ്റ്റിംഗ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു സ്റ്റോക്ക് മേടിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് നല്ലതാണോ ചോദിക്കും. ചിലപ്പോൾ ഇവിടെ ഞങ്ങൾ റിസർച്ചിൽ വിളിച്ചിട്ട് ഈ സ്റ്റോക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് മേടിക്കുന്നത്. ഇപ്പോൾ ആൾക്കാരിങ്ങനെ സ്ക്രീനിങ് നോക്കിക്കൊണ്ട് ഇപ്പോൾ എല്ലാവരും മൊബൈലിലും ആണല്ലോ ചെയ്യുന്നത്. ഇത് ഏതാണ് കയറുന്നത്, അല്ലെങ്കിൽ 5% അപ്പ് 10% അപ്പ് ഏതാണെന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കയറുന്ന സ്റ്റോക്സിന് സീലിംഗ് അടിക്കുന്നതിന് മുമ്പ് ആദ്യം മേടിക്കുകയാണ്. ഏതാണെന്നൊന്നും ആരും നോക്കുന്നില്ല. അതിനുശേഷമാണ് വിളിച്ച് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ്, ജെന്യൂൻ കമ്പനിയാണോ, കൊള്ളാമോ, ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്, സീലിംഗ് ആണ്, നാളെ ഇന്ന് 20% സീലിംഗ്, നാളെ 20 കൂടെ കിട്ടുമായിരിക്കും. വെൽ ആൻഡ് ഗുഡ്, നല്ലത് തന്നെയാണ്. പക്ഷേ വി ഹാവ് ടു ബി നിംബിൾ ഇനഫ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ സ്റ്റോക്ക് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് കമ്മിങ് ഡൗൺ. ഫോർ എക്സാമ്പിൾ ചില സ്റ്റോക്സൊക്കെ നമ്മൾ ഒരു റിന്യൂവബിൾ എനർജിയുടെ 1-2 സ്റ്റോക്സ്, എനിക്ക് പേര് ഞാൻ പറയുന്നില്ല, അതെല്ലാം ഇത് 300-400 രൂപയിൽ നിന്ന് ദിവസം സീലിംഗ് അടിച്ച് 500 രൂപയിൽ നിന്ന് 4,000-5,000 രൂപ വരെ എല്ലാ ദിവസവും അപ്പോർട്ട് സീലിംഗ് ആണ്. 5% അപ്പോർട്ട് സീലിംഗ് അടിച്ചടിച്ച് പോവാണ്.
അപ്പോൾ നമ്മുടെ കയ്യിൽ 500 സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൊള്ളാം, ദിവസം ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആ കമ്പനി എൻ്റെ കയ്യിൽ ഒരു 500 ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ ലോറിയിൽ. അപ്പോൾ ഞാൻ കാർത്തിനോട് ചോദിച്ചപ്പോൾ സാറ് റിന്യൂവബിൾ എനർജി എന്നുള്ള പേരാണ്, ഇതിന് എത്രത്തോളം ഇതുണ്ട് എന്നൊന്നും നമുക്കറിയില്ല, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാണും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി ലൈം ലൈറ്റ്. ഇപ്പോൾ ആരാ മേടിക്കുന്നത് വെച്ചാൽ ഈ സമയത്ത് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് പല വെർത്ത്ലെസ് സ്റ്റോക്സിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് മിഡ് ക്യാപ്പ് പൊട്ടിയ സമയത്ത് ഈ സാധനം 5% ഡൗൺവേർഡ് സീലിംഗ് അടിച്ചു. എന്നുവെച്ചാൽ ആദ്യം 5% അപ്വേർഡ് സീലിംഗ് അടിച്ച്, അപ്പോൾ 10% കുറഞ്ഞു. അപ്പോൾ നമ്മുടെ അപ്പം അതുവരെ നമ്മൾ വി ഹാവിൻ സോൾഡ് ഇറ്റ്, ബട്ട് സ്റ്റിൽ വി ആർ തിങ്കിങ് ദാറ്റ് വി ആർ ഹാവിങ് ദിസ് മച്ച് പ്രോഫിറ്റ് എന്ന് വിചാരിക്കണം. നമ്മൾ വിറ്റാലല്ലേ പ്രോഫിറ്റ് റിലീസ് പറ്റും. അത് 10% ഇറങ്ങി. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഇനി നമ്മൾ വിൽക്കാനേ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വാങ്ങിയ വിലയെക്കാട്ടി താഴെ ആയിരിക്കും വിൽക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഈ സ്റ്റോക്കിനെ നോക്കിയിട്ട് അത് സ്റ്റീലിംഗ് പൊട്ടുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടൊക്കെ വെക്കണം. അതൊന്നും ആരെയും കൊണ്ട് പറ്റുന്നതല്ല. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൊള്ളാം, മൊമെൻറ്റം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊള്ളാം, നല്ലതാണ്, ആസ് ലോങ് ആസ് വി മേക്ക് പ്രോഫിറ്റ്സ്. ആ പ്രോഫിറ്റ് ഇത് താഴോട്ട് വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്ററിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അത് 500 രൂപ ആകുമ്പോഴത്തേക്ക് നമ്മളത് 400 രൂപ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് എല്ലാം നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ 500 രൂപയിൽ നിന്ന് ഒരു 20% ഇറങ്ങുന്ന സമയത്ത് അയ്യോ എൻ്റെ പ്രോഫിറ്റ് 20% പോയി എന്നുള്ള ചിന്തയാണ്. അല്ലാതെ എൻ്റെ ഞാൻ 1 ലക്ഷം 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത സാധനം 500 ഇന്നിപ്പോൾ 480 അല്ലെങ്കിൽ 460 ആയി എന്നുള്ള ചിന്തയല്ല വരുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ പറഞ്ഞാണ് ഈ പേടിഎം എന്ന് പറഞ്ഞ പേയ്മെൻറ്റ് ബാങ്ക് വന്നു. അവർ മറ്റേ യുപിയുടെ മറ്റേ മണി ട്രാൻസ്ഫറും പിന്നെ അവർക്ക് കുറേ ഡെപ്പോസിറ്റും അങ്ങനെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസാണ്. അപ്പം ഇറ്റ് വാസ് ലിസ്റ്റഡ് അറ്റ് എ വെരി ഹൈ പ്രൈസ്. ചൈനീസ് ആൾക്കാരായിരുന്നു തോന്നുന്നു എൻ്റെ പ്രൊമോട്ടേഴ്സ് ഒക്കെ പറയും. അവരെല്ലാം അവരെ ഷെയറിന് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് 2000 രൂപയ്ക്ക് വിറ്റു. അന്ന് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞാൽ അതൊന്നും ഒന്നുമില്ല, ന്യൂ ജനറേഷൻ ടെക്നോളജി സ്റ്റോക്ക് എന്നൊക്കെ നമ്മുടെ സൊമാറ്റോ ഒക്കെ പറയുന്ന പോലെ പറയാം. അപ്പോൾ അത് അന്ന് തന്നെ ഓവർ വാല്യൂഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ഡൂയിങ് ഓക്കെ. പക്ഷെ അത് 2000 രൂപയിൽ നിന്ന് ഐ തിങ്ക് ഇറ്റ് ഹസ് കം ഡൗൺ ടു 400 റുപ്പീസ്. ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, 400 രൂപ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ RBI has seen some serious problem with that particular ഈ സ്മോൾ ഫൈനാൻസ് ഈ പേടിഎം ബാങ്കിന് സീരിയസ് പ്രോബ്ലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് തന്നെ ഫസ്റ്റ് ഡേ തന്നെ അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഡൗൺവേർഡ് സീലിംഗ് അടിച്ചു. സെക്കൻഡ് ഡേ ഡൗൺവേർഡ് സീലിംഗ് അടിച്ചു. തേർഡ് ഡേ വീണ്ടും 10% അടിച്ചു. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് 20% റിട്ടേൺ. ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുകയുള്ളൂ, ഇത്ര ഇറങ്ങിയില്ല, നമുക്ക് വാങ്ങാമോ. വി ഷുഡ് നോട്ട് ടച്ച് ഇറ്റ്. നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഡേ 20% അടിക്കുമ്പോഴത്തേക്ക് അത് വിൽക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. ബിക്കോസ് RBI ഒക്കെ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഡു. നമ്മൾ വെരി റിലയബിൾ ആൻഡ് ഡിപ്പെൻഡബിൾ ആൻഡ് ട്രസ്റ്റ്വർത്തി ഓർഗനൈസേഷൻ. ദേ വോണ്ട് ടേക്ക് സച്ച് ആക്ഷൻസ് വിത്തൗട്ട് ദർ ഇസ് എനി സീരിയസ് പ്രോബ്ലം. എന്താ സീരിയസ് പ്രോബ്ലം ഒന്നും നമുക്കറിയില്ല. പലരും പറയുന്നത് വെച്ചാൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ചെയ്ത് പൈസ വന്നു പോയി എന്നെല്ലാം പറയുന്നു. ഇത് നമ്മൾ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യെസ് ബാങ്ക് ആണെങ്കിലും ശരി, അതുപോലെ ഒരുപാട് ബാങ്ക് ആണെങ്കിലും ശരി, ഇങ്ങനെയുള്ള RBI ഇൻ്റർവെൻഷനുള്ള ബാങ്ക്സ് ഇറ്റ് വിൽ ഓൾ കം ഡൗൺ ടു 10 റുപ്പീസ് 5 റുപ്പീസ് ആ ലെവലിലേക്ക് ഇത് വരും. ഇപ്പോൾ 400 രൂപയുണ്ട്, ചാൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ വിൽക്കുക. ചിലപ്പോൾ നിങ്ങൾ വിറ്റിട്ട് ചിലപ്പോൾ ഇത് ബൗൺസ് ബാക്ക് ചെയ്ത് ചിലപ്പോൾ 600 രൂപ ആയെന്നിരിക്കാം. നമുക്ക് ആ പൈസ വേണ്ടാന്ന് വിചാരിക്കുക, അതും ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വേറെ വിൽക്കാം. ഇപ്പോഴും ആൾക്കാർ ഇപ്പം നമ്മൾ 20% സീലിംഗ് അടിച്ച് സം സീരിയസ് പ്രോബ്ലം വാസ് ദെയർ. ഈ പുട്ട് 20% നമുക്ക് ഷെയർ വിറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം എന്താണ്, ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ്, ഞാൻ മണ്ടന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല, ആൾക്കാരുടെ ഒരു ട്രെൻഡാണ്, ഇത് 20% അടച്ചല്ലോ, ഇതിനകത്ത് 1000 മേടിക്കുക അല്ലെങ്കിൽ 500 മേടിക്കുക എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരുപാട് സ്മോൾ ക്യാപ് സ്റ്റോക്സും മിഡ് ക്യാപ് സ്റ്റോക്സും ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ എപ്പോൾ നമ്മൾ പുറത്തിറങ്ങണമെന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. എസ്പെഷ്യലി ഈ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞിട്ട് സോളാർ, വിൻഡ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സ്റ്റോക്സ് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. പക്ഷേ ആസ് യു ആർ അവെയർ 1 crore ഹൗസസിന് ബഡ്ജറ്റിൽ ഇൻ്ററിം ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ്, ഗവൺമെൻറ് ഈസ് പ്ലാനിങ് ടു ഇൻസ്റ്റാൾ വിത്ത് സ്യൂട്ടബിൾ എന്താ പറയുന്നത് സബ്സിഡി കൊടുത്തിട്ട് ഈ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു പദ്ധതിയുണ്ട്.
Usually when this government comes out with a ഇതുപോലുള്ള സ്കീം വരികയാണെന്നുണ്ടെങ്കിൽ most of them are implemented. I don't know how much time it may take. ചിലപ്പം ഒരു 2 വർഷം 3 വർഷം എടുക്കുമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് there is a huge demand for solar panels. റിന്യൂവബിൾ എനർജിയിൽ ഇന്ത്യ വേൾഡ് കോൺഫറൻസിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഈ ചൈനയിൽ ഈ പാനൽസിൻ്റെ വിലയെല്ലാം, ചൈനയാണ് 80% ഈ സോളാർ പാനൽസ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ വില 80% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവർ സെക്ടർ ദർ ഇസ് എ ഹ്യൂജ് ഗ്രോത്ത്. ഓൺലി തിങ് വി ഹാവ് ടു സെലക്ട് വിച്ച് സ്റ്റോക്സ് വി ആർ ഗോയിങ് ടു ബൈ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോസ് ആണ്. നമ്മൾ നേരത്തെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് FIസിനാണ്. FI സ്റ്റാർട്ട് കാര്യം ഇന്ത്യൻ മാർക്കറ്റ് അത്ര ഒരു ഷാഡോ മാർക്കറ്റായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഐ തിങ്ക് തേർഡ് ലാർജസ്റ്റ് മാർക്കറ്റ്, ഫോർത്ത് ലാർജസ്റ്റ് മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ വളരെ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ FIസിനെ ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ FIസ് സെല് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ക്രാഷ്. പക്ഷേ വാട്ട് വി ഹാവ് ടു റിയലൈസ് നൗ ഈസ്, ഫോർ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോസ് ഓഫ് ജാനുവരി ഹസ് കം ഇൻ. അറൌണ്ട് 22,000 crores ആണ് ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ. അതിനകത്ത് 19,000 crores എന്ന് പറയുന്നത് SIP ആണ്. SIP എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവെയറാണ്, മന്ത്ലി ആയിട്ട് വരുന്ന എമൗണ്ട് ആണ്. വെദർ ഇറ്റ് ഈസ് 5, I know people who put as little as 1,000 rupees. ഞാനൊക്കെ എൻ്റെ പിള്ളേർ ജനിച്ചപ്പോഴത്തേക്ക് മാസം 5,000 രൂപ രണ്ടുമൂന്ന് മ്യൂച്വൽ ഫണ്ട് ഇടുമായിരുന്നു. പിള്ളേരെല്ലാം വലുതായപ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് കം ടു എ ബിഗ് എമൗണ്ട്. അപ്പോൾ അതുപോലെ അത് നമ്മൾ നിർത്തില്ല. 5,000 രൂപയിലേ ഉള്ളൂ, അല്ലെങ്കിൽ 50,000 രൂപയിലേ ഉള്ളൂ. വെദർ ദ മാർക്കറ്റ് കംസ് ഡൗൺ വി ഡോണ്ട് സ്റ്റോപ്പ്. ഇഫ് യു സീ ദ ഫ്ലോ ഓഫ് SIP ആൻഡ് ടോട്ടൽ മണി കമ്മിങ് ഇൻ ടു ദി മ്യൂച്വൽ ഫണ്ടിലുള്ളത് ചില മാസം ഡിപ്പാവും. കാര്യം കുറേ വലിയ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട്സ് ചിലപ്പോൾ വിൽക്കും, തിങ്കിങ് ദാറ്റ് മാർക്കറ്റ് മേ കം ഡൗൺ. പക്ഷേ SIPയിലുള്ള ഫ്ലോ സ്റ്റഡിയാണ്. ഇറ്റ് ഈസ് സ്റ്റഡിലി ഗ്രോയിങ് അപ്പ്. ഇവിടെ പ്രസൻറ്റേഷനിലൊരു ചാർട്ട് അത് കാണിക്കും. അപ്പോൾ SIP എന്നുള്ള 19,000 crores കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ SIPയിൽ വരുന്ന സ്റ്റോക്സിൽ പലതും ഇപ്പോൾ പുതിയ മ്യൂച്വൽ ഫണ്ട്സ് വരുന്ന എല്ലാം റിന്യൂവബിൾ എനർജി, അല്ലാന്നുണ്ടെങ്കിൽ PSU, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ദീസ് മണി ഇറ്റ് ഈസ് ഗീവൺ ഫോർ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ പർട്ടിക്കുലർ ഒരു മിഡ് ക്യാപ്പിനാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു കം ദർ. അവിടെ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് ദേ ഹാവ് ടു ചേസ് ദീസ് സ്റ്റോക്സ് ആൻഡ് ദാറ്റ് ഇസ് വൈ ദീസ് സ്റ്റോക്സ് ആർ ഗോയിങ് അപ്പ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നൗ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് not under the influence of FIs. FIസിന് ഇൻഫ്ലുവൻസ് ഇല്ല എന്നല്ല പറയുന്നത്. FIs they have huge investment. അപ്പോൾ FIs ഒന്നും അങ്ങനെ പെട്ടെന്ന് വിൽക്കില്ല. പക്ഷേ FIs വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ 22,000 crores is coming in monthly. ഇപ്പം സപ്പോസ് ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഡിസൈഡ് ടു സെൽ സം മ്യൂച്വൽ ഫണ്ട്സ്, SIPs 19,000 crores 20,000 crores വരികയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട്. It will come to around 250,000 crore rupees per year. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കാർത്തിക് വാസ് ടെല്ലിംഗ് മീ ദാറ്റ് 25% ഏർണിംഗ്സ് ഗ്രോത്ത് ഈ Q3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെന്ന്. ദാറ്റ് ഈസ് ജനറൽ ഒരു 1,000 കമ്പനീസിൻ്റെ എടുക്കുമ്പോഴത്തേക്കും സെൻസെക്സ് കമ്പനീസിൻ്റെ നോക്കുമ്പോഴത്തേക്കും ഈ ക്വാർട്ടറിൽ ശാല ഏർണിംഗ്സ് 13% വരുള്ളൂ. ബിക്കോസ് Tata Steel or some other heavyweights have pulled down the earnings of the Sensex or Nifty. But this year it will come to 22 to 24% growth of earnings in Sensex shares. അവിടെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. നിഫ്റ്റിയുടെ കമ്പൈൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ സെൻസെക്സിന്റെ കമ്പൈൻഡ് ഏർണിങ്സ്, അത് ദാറ്റ് റെപ്രസെന്റ് ഓൾ ദി ഗുഡ് സെക്ടേഴ്സ് ആൻഡ് ഓൾ ദി ഗുഡ് ഇൻഡസ്ട്രി ലീഡേഴ്സ്. അപ്പം അതിലുള്ള ഏർണിങ്സ് 20% പ്ലസ് ആവും. എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. 22 or 23%. We should understand that after 2008 20% മുകളിൽ ഏർണിങ്സ് ഇതുവരെ വന്നിട്ടില്ല. That is for the last, you can say 15 years or 17 years, the combined earnings of the Nifty or Sensex have never come above 20%. Only in 2021 it was around 18 or 19%.
അതിന് മുമ്പൊക്കെ 10%, 9%, 8% അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 20% ഗ്രോത്ത് വന്നു എന്ന് വെച്ചാൽ കമ്പനീസ് ആർ ജെന്യുവൻലി മേക്കിംഗ് പ്രോഫിറ്റ്സ്. അപ്പോൾ കമ്പൈൻഡ് വിത്ത് എൻ ഏർണിങ്സ് ഗ്രോത്ത് ആൻഡ് വിത്ത് ദ ലിക്വിഡിറ്റി ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ടു ദ ഇന്ത്യൻ മാർക്കറ്റ്സ്, ഇറ്റ് ഈസ് എ ഭയങ്കര എന്താ പറയുക, ഇറ്റ്സ് എ ഹെഡി കോക്ടെയിൽ that can take up the markets to much higher levels than what any of us can imagine. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 2003 മുതൽ 2007 വരെ ഏർണിങ്സ് 25%, 26%, 20% ആയ സമയത്താണ് 2003 3000 ആയിരുന്ന സെൻസെക്സ് 2007-8 ജാനുവരി ആയപ്പോഴത്തേക്ക് 21,000 ആയത്. അന്ന് പറഞ്ഞ കണക്ക് ആ 20-25% ഏർണിങ്സ് കൊണ്ടാണ് മാർക്കറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 7 times ഇൻ മേ ബി 5 years. ഇപ്പം നമ്മൾ ഏർണിങ്സ് 20% ഏർണിങ്സ് വന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇത് ഇനി അങ്ങോട്ട് ഈ ഏർണിങ്സ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 2003 to 2008 പോലെ ഒരു റിപ്പീറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു 1/3 ഒരു റിപ്പീറ്റ് വന്നാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും സെൻസെക്സോ നിഫ്റ്റിയോ ഒന്നും നിൽക്കില്ല. ഇതെല്ലാം ഭയങ്കരമായിട്ട് കയറിപ്പോവും. ആൻഡ് ഇഫ് യു തിങ്ക് ഇപ്പോൾ ഒരുപാട് സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സും ആണ് കയറുന്നത്. നിഫ്റ്റിയിലുള്ള പല സ്റ്റോക്സും ഒന്നും കയറി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ HDFC ബാങ്ക് ഒന്നും ഓൾ ടൈം ഹൈ ഒന്നും പോയിട്ടില്ല. റിലയൻസ് ഇസ് ഓൾസോ ജസ്റ്റ് നിയർ ഓൾ ടൈം ഹൈ. അങ്ങനെ കുറേ ഹെവി വെയ്റ്റ്സ് ഇപ്പോൾ ITC സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ. അങ്ങനെ ഇതെല്ലാം കൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ വി ഓൾവേസ് ടോക്ക് അബൌട്ട് നിഫ്റ്റി ഓർ സെൻസെക്സ്. പക്ഷേ ആസ് എ ബോർഡർ മാർക്കറ്റ്, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും ഓസ് കൺട്രീസിൽ നമ്മൾ 50 ഷെയർ എടുത്തിട്ട് കാര്യമില്ല. ഈ ഒരുപാട് ഗ്രോത്ത് സ്റ്റോക്സ്, ന്യൂ ജനറേഷൻ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ്, പുതിയ സ്റ്റോക്സ്, അവരുടെ എല്ലാം കൂടെ കമ്പൈൻഡ് ഏർണിങ്സ് എടുക്കുമ്പോഴത്തേക്കാണ് ഈ 25% ഏർണിങ്സ് നമ്മളിപ്പോൾ വന്ന കമ്പനീസിൻ്റെ എടുക്കുന്നത്. ഈ 25% ഏർണിങ്സ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മാർക്കറ്റ് വളരെയായിട്ട് കയറിപ്പോവും. ദാറ്റ് ഡസൻ ദാറ്റ് മീൻ ദാറ്റ് എല്ലാ ദിവസവും കയറുമെന്നില്ല. വി ആർ ഗോയിങ് ടു ഹാവ് എ ഗുഡ് കറക്ഷൻ. നല്ലൊരു കറക്ഷൻ വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പൊക്കെ ഒരു 3-4 വർഷം കൊണ്ട് ഇറ്റ് ഹാസ് ഗോൺ അപ്പ് ബൈ 5 times. അപ്പോൾ എവിടെയെങ്കിലും ഒരു കറക്ഷൻ വരും. ചിലപ്പം വലിയ കറക്ഷൻ ആയാലും ഒരു 20%, 30% കറക്ഷൻ വരും. ദാറ്റ് കറക്ഷൻ വിൽ ബി പെയിൻഫുൾ. പണ്ടൊക്കെ ദീസ് PSE സ്റ്റോക്സ് വെർ അൺടച്ചബിൾ ഫോർ ബിഗ് ഫണ്ട് മാനേജേഴ്സ്. അവർക്ക് അതൊക്കെ മേടിക്കുന്ന ഒരു കുറവ് പോലെയാണ്. വി ഡോണ്ട് ടച്ച് PSE സ്റ്റോക്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. Now after the new government has come in, for if you take banks, നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ ഹ്യൂജ് NPAs ഉണ്ടായിരുന്നു. അതെല്ലാം ഓവർ ദി ലാസ്റ്റ് 7-8 years അതെല്ലാം ക്ലീൻ ആയി വന്നു. ഇപ്പോൾ PSE ബാങ്ക്സ്, SBI എന്താ കയറാത്ത 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു കാർത്തിക് SBI ഇവിടെ ഹ്യൂജ് ബ്രേക്ക് ഔട്ട് ആയിട്ട് ഗോയിങ് ടു ഗോ. അത് കഴിഞ്ഞ് ഇന്നലത്തെ പൊട്ടിയ മാർക്കറ്റിലും SBI കയറി. അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനെയുള്ള കുറേ ഷെയർസ് നന്നായിട്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് നന്നായിട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ PSE സ്റ്റോക്സ് എന്തുകൊണ്ട് കയറി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ റീറേറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത് 5 PE ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി. പീപ്പിൾ റിയലൈസ് ദാറ്റ് these are not untouchables anymore. These are good companies and they will perform. Managements are good, so people are ready to buy those stocks, thinking that their peers in the private sector are trading at 20 and 25%, and these public sector banks are trading at 3 and 5%. അപ്പോൾ 5 PE ഉള്ള ഒരു സ്റ്റോക്ക് ഓക്കെ 100 രൂപയ്ക്ക് ട്രേഡ് ചെയ്യണം. അപ്പം അതിന് ഏർണിങ്സ് ഗ്രോത്ത് ഒന്നുമില്ല. അപ്പോൾ പീപ്പിൾ ആർ റെഡി ടു ബൈ and its PE goes up to 15. 3% PE കയറുകയാണെങ്കിൽ ഇതിന് 3% പ്രൈസ് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ that is without any earnings due to re-rating, a stock which is trading at PSE stock trading at 5 PE, if it is going to 15 PE, then the price of the stock will triple. 5 PE-യിലുള്ള സ്റ്റോക്ക് 15 PE-യിലാകുമ്പോഴത്തേക്ക് എന്നിട്ടും ഇതായിട്ടില്ല. ഞാൻ ഈ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് REC, PFC ഒക്കെ 3-4 PE-യിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ദീസ് റൈസ് 300-400% റൈസ് ആയിട്ട് സ്റ്റിൽ ദേ ആർ ട്രേഡിംഗ് അറ്റ് 11 and 12. അതെ, രണ്ട് കാര്യങ്ങളാണ് സാറേ അത് ഞാൻ പറയാൻ വന്നത്. ഒന്ന്, റീവാലുവേഷൻ കൊണ്ട് ബിക്കോസ് ഓഫ് re-rating, not re-rating. Re-rating കാരണം people are more interested in public sector. Just because of that they are gone up.
And like you rightly mentioned, many of these PSU stocks are doing well. Profitability കൂടിയിട്ടുണ്ട്. If you take banking stocks, ഇപ്പോൾ ഈ REC, POC ഒക്കെ വരുന്നത് ഈ റിന്യൂവബിൾ എനർജിയും അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് അവർ പ്രോഫിറ്റബിലിറ്റി കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ PSU സ്റ്റോക്സ് ഇപ്പോൾ കയറിയത് ബിക്കോസ് ഓഫ് റീ റേറ്റിംഗ്. ആൻഡ് നൗ ഫർദർ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ അപ്പ്, ഇറ്റ് ഷുഡ് ബി ബിക്കോസ് ഓഫ് ഗുഡ് ഏർണിങ്സ്. ഓക്കെ, one more thing. ഈ പഴയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്നപ്പോഴത്തേക്ക് ഈ സ്മാർട്ട് ക്യാപ്പ് പലതും മിഡ് ക്യാപ്പിലോട്ട് പല മിഡ് ക്യാപ്പും അങ്ങനെ വന്നപ്പോൾ അവിടെയും ഈ പറഞ്ഞ പി റേഷ്യോ വീണ്ടും വേറെ ഈ പബ്ലിക് സെക്ടറിൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നതുകൊണ്ട് ഈ എല്ലാവരും ടാക്സ് കൂടുതൽ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാം ഒരു 70 ഗ്രോത്തിന്റെ പ്രോഫിറ്റിന്റെ 70-80% ഡിവിഡൻഡ് ഗവൺമെന്റ് ഓൺഡ് ആണ് പലതും. 80-90% ഗവൺമെന്റ് റവന്യൂവിന് വേണ്ടിയിട്ട് ഹ്യൂജ് ഡിവിഡൻസ് ആൻഡ് ഹ്യൂജ് ഔട്ട്ഫ്ലോ വിൽ ഗോ ടു ഇതെല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ ഈ PSU സ്റ്റോക്സിന്റെ ഇനി അടുത്ത സ്റ്റെപ്പ് ഓഫ് റാലി വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ ഏർണിങ്സ് ഓഫ് ദ സ്റ്റോക്ക്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന PSU സ്റ്റോക്സ് ആയിരിക്കും ഭയങ്കരമായിട്ട് കയറും. ഇപ്പോൾ PSU സ്റ്റോക്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കി വയ്ക്കുക. ഇപ്പൊ നോക്കിയ IOC ഇതെല്ലാം ഓയിൽ ട്രേഡിംഗ് കമ്പനീസ് ഒന്നും അവരുടെ പ്രോഫിറ്റബിലിറ്റി ഒന്നും കൂടിയിട്ടില്ല റിസൾട്ട് വരുമ്പോഴത്തേക്ക്. അതുപോലെ ഡിഫൻസിലെ പല സ്റ്റോക്സിലും ഹ്യൂജ് ഓർഡേഴ്സ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഒന്നും കൂടിയിട്ടില്ല. അത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റോക്സ്, ബിക്കോസ് റെയിൽവേ ഹ്യൂജ് ഡെവലപ്മെന്റ് ഇസ് ഗോയിങ് ടു കം ഇൻ റെയിൽവേസ്. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഒന്നിന്റെ പ്രോഫിറ്റബിലിറ്റി കൂടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ദീസ് ഷെയർസ് ആർ നോട്ട് ഫോളോയിങ് ഡൗൺ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ ഈ പൈസ ഒരുപാട് കഴിഞ്ഞ വർഷം 10 lakh crores ആണ് ഗവൺമെന്റിൽ ബഡ്ജറ്റിൽ വെച്ചിരുന്നത്. ഈ വർഷവും കൂട്ടിയില്ല. അത് തന്നെയാണ്. ഈ പൈസ എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോട്ട് വരുമെങ്കിൽ വരണം. വന്നിട്ട് ഇതെല്ലാം റിയലൈസ് ചെയ്തിട്ട് എഴുതി കിട്ടിയിരിക്കുന്ന പ്രോജക്ട്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻസ് ഒക്കെ ജസ്റ്റിഫൈ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാർട്ട്സ് നോക്കാം. ഒരുപാട് സ്റ്റോക്സ് കയറുന്നുണ്ട്. എ മീനിങ് കറക്ഷൻ ക്യാൻ കം എനി ടൈം. ഇപ്പം ഇലക്ഷൻ വരെ നമ്മൾ മാർക്കറ്റ് വലുതായിട്ട് പൊട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇഫ് യു സീ ദ മാർക്കറ്റ്സ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഹ്യൂജ് വോളറ്റിലിറ്റിയാണ്. 200 പോയിന്റ് കയറും, 200 പോയിന്റ് ഇറങ്ങും. അതെല്ലാം ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ദേ ആർ നെവർ ഗോയിങ് ടു മേക്ക് മണി ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്തി വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മനസ്സമാനം കിട്ടും, മണി ഓൾസോ. Second thing, even if people are trading, I know a friend, huge corpus under, he is trading, he is investing in the market. He used to trade, but now ഞാൻ കയ്യിലുള്ള സ്റ്റോക്ക് ഞാൻ ട്രേഡ് ചെയ്യാറ്. എൻ്റെ കയ്യിലുള്ള സ്റ്റോക്സ് വിൽക്കും, താഴെ വരുമ്പോൾ മേടിക്കും. ഈ ഹോൾഡിംഗ് എ സ്റ്റോക്ക് പുള്ളി മേടിക്കുന്നത് 10,000 20,000 ഇതിലൊക്കെയാണ് മേടിക്കുന്നത്. 20,000 ഉള്ള സ്റ്റോക്ക് ഇന്നലെ ഞാൻ മേടിച്ചിട്ട് 2 രൂപ തീർക്കും, അത് വിൽക്കും. വിറ്റിട്ട് 50 പൈസ ഇറങ്ങുമ്പോൾ മേടിച്ച് 2 രൂപ കണ്ടോ, ഞാൻ 50,000 രൂപ ഉണ്ടാക്കി കേട്ടാണ് ഞാൻ ഇന്നലെ ട്രേഡ് ചെയ്തിട്ട്. ഈ 100 രൂപയ്ക്ക് വിൽക്കിയ സാധനം 101 ആയി കഴിഞ്ഞാലും തിരിച്ചു മേടിക്കില്ല, 110 ആയാലും തിരിച്ചു മേടിക്കില്ല. അത് അങ്ങനെ കയറിപ്പോകും. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് സ്റ്റോക്ക് വിറ്റാൽ അത് കയറിപ്പോകും. ഞാൻ പറഞ്ഞു നിങ്ങൾ വിൽക്കുന്നുണ്ടല്ലോ അത് കയറിപ്പോകുന്നത്, അത് കയറി തുടങ്ങുമ്പോഴേ നിങ്ങൾ വിറ്റ് കളയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നല്ല സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിൽ ഗീവ് ഇറ്റ് ടൈം ടു ഗീവ് us sufficient returns. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ചാർട്ടാണ്. നമുക്ക് ഈ ബുൾ മാർക്കറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഇത് അഗെയിൻ നമ്മുടെ 2000 കോവിഡ് ടൈമിൽ 12,400 നിഫ്റ്റി 7,500 താന്നിട്ട് ആ 7,500 നിന്നാണ് it has come to 22,000. That is in around 4 years it has multiplied by 3 times. ഇത് മിഡ് ക്യാപ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്സും PSU എല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഇതേ പെർഫോമൻസ് ആണ്. ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഈ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അറൌണ്ട് 10,000. നൗ ഇറ്റ് ഹാസ് കം ടു നിയർ 50,000. അത് 4 വർഷം കൊണ്ട് 5 ഇരട്ടി ആയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മിഡ് ക്യാപ്പിലൊക്കെ ഒരു കറക്ഷൻ വന്നു എന്ന് പറയുന്നത് ഈ കറക്ഷൻ ഇതിപ്പോൾ വീക്ക്ലി ചാർട്ടാണ്.
ഈ കറക്ഷൻസ് എന്ന് പറയുന്ന വളരെ ചെറിയ ചെറിയ കറക്ഷൻസ് ആണ്. ഇവിടെയാണ് ഒരു മേജർ കറക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2% 3% ഇറങ്ങുമ്പോഴത്തേക്ക് ഈ എല്ലാം കറക്റ്റ് ചെയ്തു, കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞത് ഈ 500 ടൈംസ് കയറിയിട്ടാണ്, ഒരു 500% കയറിയിട്ടാണ് 3 or 4% കറക്ഷൻ വരുന്നത്. ഒരു മീനിങ് ഫുൾ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ പ്രൈസിന്റെ ഒരു 30% ഒരു കറക്ഷൻ വരും. അത് എപ്പോൾ വേണോ വരാൻ ഞാൻ നേരത്തെ പറഞ്ഞത്. സോ വി ഷുഡ് ഓൺലി കെയർഫുൾ. നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ് ഈ നിഫ്റ്റി ഈസ് മൂവിങ് ഇൻ ചാനൽ. ഈ ചാനലുകളൊന്നും ഒന്നുമില്ല. പ്രൈസസ് മൂവ് ഇൻ ട്രെൻഡ്. ഒരു അപ്വേർഡ് ട്രെൻഡ് വരും, പിന്നെ ഒരു സൈഡ് വേസ് ട്രെൻഡ് വരും, പിന്നെ ഡൗൺവേർഡ് ട്രെൻഡ് വരാം. ഇപ്പോൾ ഈ നിഫ്റ്റി ഇതിനകത്ത് ഒരു അപ് ട്രെൻഡ്, പിന്നെ ഒരു സൈഡ് വേസ് ട്രെൻഡ്, പിന്നെ ഒരു അപ് ട്രെൻഡ് വന്നു. ഈ അപ് ട്രെൻഡിലുള്ള ഈ ചാനലിനെ നിഫ്റ്റി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിഫ്റ്റി ഈസ് ഗോയിങ് ടു കം ഡൗൺ. നിഫ്റ്റിയുടെ അപ് ട്രെൻഡ് കഴിഞ്ഞു എന്നുള്ളതല്ല, ഇത്രയും ഷാർപ്പായിട്ട് കയറിയതുകൊണ്ട് ഇതൊരു സൈഡ് വേസ് ട്രെൻഡാണ് ഇപ്പൊ കാണുന്നത്. നമ്മളിപ്പം ഒരു സൈഡ് വേസ് ട്രെൻഡായിട്ട് പോയിട്ട് പിന്നെ അടുത്ത അപ് ട്രെൻഡിലേക്കുള്ള ഒരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കറക്ഷൻ ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡ് വേസ് ചാനലിന്റെ അപ്പർ സൈഡും ലോവർ സൈഡും എന്ന് പറയുന്നത്, അപ്പർ സൈഡ് 21,125. അത് 2 പ്രാവശ്യം ആ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ആണ് ഈ അപ് സൈഡ് വന്നിരിക്കുന്നത്. ഈ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് 21,150. എന്നുവെച്ചാൽ ഒരു 1000 പോയിന്റ്സിന്റെ ഡിഫറൻസിലാണ് ഈ ചാനൽ നിൽക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് താഴോട്ടോ മുകളിലോട്ടോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ട്രെൻഡ് മാറും. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകളിൽ ഞാൻ കണ്ടൊരു ഇതെന്ന് വെച്ചാൽ ഒരു ഡബിൾ ടോപ്പ് ഫോർമേഷൻ. അത് കൺഫർമേഷൻ ആയിട്ടില്ല. നേരത്തെ വന്നിട്ട് ഈ 21,124 ഒരു പ്രീവിയസ് ആയിട്ട് ഡിസംബർ മാസത്തിൽ ഒരു ഹൈ വന്നു. അതിനുശേഷം പിന്നെ താഴെ 21,150 വന്നിട്ട് ഒരു ദിവസം വീണ്ടും ആ ഹൈ വന്നു 22,125. ഒരു പോയിന്റ് കട്ട് ചെയ്തിട്ട് അന്ന് തന്നെ മാർക്കറ്റ് തിരിച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഒരു സൈഡ് വേസ് പോവാണ്. ഇതൊരു ഡബിൾ ടോപ്പ് ആണെന്ന് കൺഫേം ചെയ്യണമെന്നെങ്കിൽ ഈ 2 ടോപ്പിന്റെ ഇടയ്ക്ക് വന്ന ഈ പോയിന്റ് 21,150, നമ്മുടെ ടെക്നിക്കൽ ടേംസിലെ നെക്ക് ലൈൻ എന്ന് പറയും ഈ ഡബിൾ ടോപ്പ് ഫോർമേഷന്. ഈ 21,150 ഡിസീസീവ് ആയിട്ട് താഴെ വന്നാൽ മാത്രമേ നമ്മൾ ഈ ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു പവർഫുൾ റിവേഴ്സൽ പാറ്റേൺ ആണ്. ഒരു ട്രെൻഡിന്റെ റിവേഴ്സൽ പാറ്റേൺ. ഒരു ടോപ്പ് വന്നു, പിന്നെ താഴെ വന്നു, പിന്നെ ഒരു ടോപ്പ് പോയി, പിന്നെ താഴെ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ നെക്ക് ലൈനിന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ചിന്തിക്കാറായിട്ടില്ല. ഇപ്പോഴും ഈ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഇതൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിട്ട് ഇനി ഇത് ബ്രേക്ക് ചെയ്ത് ഇത് നിഫ്റ്റി അങ്ങനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കൊള്ളണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിടത്ത് നിഫ്റ്റിയിലുള്ള അൺപെർഫോമിംഗ് ആയിട്ടുള്ള HDFC ബാങ്കോ അങ്ങനെയുള്ള സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്തു. ഇപ്പൊ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് നേരത്തെ കാണിച്ചാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 21,150, റെസിസ്റ്റൻസ് ഈ ഡബിൾ ടോപ്പ് at 22,125. That's all. Thank you. So the last 1 month market was extremely good, especially the broader market did very well, and moreover the result season was there. Companies which were reacting to their numbers, most of the mid cap results were good and they went up very sharply. And thematic wise, all these PSU team did exceedingly well. All railway stocks, oil stocks belonging to PSUs, then defense stocks. All this did well. So in the last 1 month, it was mostly a broad-based rally market, and the investors, traders, those who are doing delivery-based, they did very well, and it's a good market for it. Whereas on index-wise, if you see, the index is almost flat. The main reason was that the HDFC Bank handicapped the index. It has almost 13-14% weightage in Sensex, and because of the poor performance HDFC Bank, overall the index did not did well, and now because of the underperformance of HDFC Bank, the overall weightage of HDFC Bank also has come down in the index. And the important event which has happened is the interim budget, which is otherwise called vote on account, that was presented on February 1st. As expected, there is no major surprise. Only thing is that government has reduced expenditure growth in the budget after many years of hiking, and that we will discuss in detail in coming slides. And seeing the market, what I personally feel is that many stocks which has run up a lot ahead of their fundamentals may see some profit booking,
and some other stocks which did not participated and where results were good, they may do well. Some sector churning, stock churning may happen in coming days. Even the last 2-3 days, if you see that some of the railway stocks fell, whereas the PSU banks, large PSU banks like SBI, Bank of Baroda, Canara Bank, they were doing well. So these type may happen in the next 2 months. Whereas the major correction I am not expecting till election. That's my personal belief that till elections market may go on without falling much. Maybe sector churning and individual stock performance may change widely. And US market, the mother of all markets, it's almost doing very well. If you see S&P 500 for the first time, it has hit 5,000 landmark just 2 days back. Nasdaq is at lifetime high, Dow Jones is at lifetime high, and US market is doing exceedingly well. And generally, globally, if you see, without US market falling, no other market has fell a lot. So the mother of all markets is doing well, and we expect that no major correction we are expecting in our market, except some sector or stock churning may happen. And the PSU, as I said before, PSU stocks, some churning may happen in coming days. Some sector and stock churning may happen in coming days. Nifty, in the last 1 month, Nifty and Sensex almost flat because of the underperformance of the HDFC Bank, whereas mid cap index and small cap index, they have gone up by around 2.5%. Interim budget key points we can see. 1 month back itself, our finance minister told that it is going to be an vote on account, and no major announcement is going to be come. But still, all the business channel 1 week before the budget, they were discussing that whether FM will cut say STT, will increase STT, capital gain tax will be tweaked. Like that, they were discussing. In spite of FM category telling that this is going to be an vote on account and no tax changes will be coming. But as expected, there was no changes in tax structure. Direct tax and indirect tax were not touched. And one major thing which has happened in the current budget is that the government expenditure growth, they have reduced it this time. In the last 3 years, especially after COVID, government was continuously increasing their expenditure to give stimulus to the economy. That has stopped now. So now the economy has to be driven by private sector. That is one very important point. And also the government is hoping that private capex will come. So that is the major highlight of the current budget. And this is the fiscal deficit chart. So this is so during budget time, fiscal deficit almost gone to 9.2% of GDP. So one trainee came to our department. This is the gross borrowing. It has been told in absolute terms. So the gross borrowing, last year government borrowed 15, last year means the current financial year, FY24, almost 15 lakh crore to finance the fiscal deficit. Next year it has come down. Just 3 years back, if you see in FY20, the government borrowing per year was 7 lakh crore. Due to COVID, it increased very sharply. Now government has decided to moderate it. And my sense is that this 14 lakh crore will continue for another 2-3 years. And around 14 lakh crore, government will continuously borrow. Because of less government borrowing, the immediate impact we will see is the bond yield. From 7.2, it has fell to near to 7. Because the government is the biggest borrower in any country. And this is the allocation to major ministry. If you see that defense ministry, just a 3% increase from 5.9 lakh crore to 6.2. Road transport almost flat, 2.7 to almost flat, 2.7 lakh crore. Railways, just a token increase from 2.4 lakh crore to 2.5. Similarly, like that, if you see the major ministry, if you see the allocation, the government decided not to increase much, mainly because they want to reduce the fiscal deficit. Because the country cannot run a very high fiscal deficit. When you borrow more means what will happen is that the interest expenses will keep on going up. And this is the fiscal deficit chart.
I have put in the absolute figure. Every budget time I used to put in, if somebody sees the absolute figure, they generally used to become very, very alarming. The figure used to be very alarming. In US, we used to time, we used to get a term called a debt ceiling. Every 6 months, 1 year, we used to get that market is very nervous that this time debt ceiling may not be approved by parliament. Like that, we used to get it. We feel that US is borrowing very high, very, very high debt, but we feel in our country that we are not borrowing much. Because why it is like that? In our country, we don't have any debt ceiling. A government can borrow any amount. Fiscal Responsibility Act is there. In terms of GDP, we can borrow amount. During COVID time, that fiscal responsibility was relaxed. In US, the debt they will tell in absolute terms. In India also, the debt is increasing every year, whereas since it is told in terms of GDP, we feel that debt is not increasing, but it's not correct. In India also, the debt is increasing. In US, they kept a ceiling as for absolute term. Up to 3 trillion a government can borrow. But next year again fiscal deficit will come. Again the debt ceiling has to be increased. Otherwise US Federal Reserve they cannot borrow money. So every time since it has been fixed as an absolute term, we feel that US is borrowing more. But it's not like that. We also borrow heavily in India also. And this is the fiscal deficit. If you see that all the fiscal deficit is financed through debt only. In terms of GDP, almost for 10 years back it was 4.5, now it is 5.1. Whereas 10 years back, if you see that government used to borrow 5 lakh to finance this fiscal deficit of 4.5%. Whereas now if you see 16.8 lakh crore government is going to borrow to finance 5.1% of 5.1% fiscal deficit. Because the GDP size is increasing. That is why the fiscal deficit amount also increasing. So money will not come cheap. Suppose if government is borrowing 15 lakh crore means 7% interest they have to pay. Almost 1 lakh crore extra government expenditure will be there for next year. So every year government will keep on borrowing like this. Now the government total debt, central government debt is internal and external if you see, almost is going to reach 1,62 lakh crore. Because every year government will borrow 14 lakh, 15 lakh crore and that amount will keep on accumulating. And this is the interest as percentage of total expenditure. So as a total expenditure, it comes to around 25%. So for a government, whatever expenditure they are doing, almost 1/4 is going for paying the interest alone. If you see in terms of revenue, it will come to around 35%. Whatever we are paying taxes and for collecting taxes, government is taking so much effort. But almost 35% of the whatever revenue government is getting, that is spent only for paying interest alone. So that is why government want to reduce fiscal deficit so that government borrowing will be not so high and interest expense also may not go up very sharply. And if you see in the last 6 years, if you see that almost during it was 25% in FY19, it fell slightly, then again it is going up. 25% of total expenditure comes for paying interest alone. So it's government interest to keep the interest rate low, because if interest rate is low means naturally government which is paying very high interest cost, that may not go up much. That is why government has reduced fiscal deficit, want to reduce fiscal deficit so that the interest rate may not go up. It will benefit not only the government, entire private sector. So the message from the budget is that during COVID time, government spending very heavily for the very core sectors like infrastructure, railways, defense and all, and during post-COVID also, which is a typical Keynesian theory. Keynesian, many of them have heard about it. He is a famous economist. 100 years back, he told that during Great Depression time that whenever things are very uncertain, it is the government which has to spend money in the economy
to pull up the economy. The same thing government has did through large capex during COVID and post-COVID time. Government heavy lifted the economy. Now that they are moderating now, and it is now the time for the private sector to support the economy through large capex. Also, government feels that because of reduction in the fiscal deficit, maybe India's rating may get upgraded. That's what government is expecting. One important thing which is going to happen in the next 5 years is the rooftop solar. So during Modi's first period, what that government focus was on the sanitary. That means government built a toilet throughout India in most of the rural parts in the first 5 years. The next 5 years they focused on Jal Jeevan Mission, which is giving drinking water connection to majority of the homes. Since we are living in the town and metro cities, we are not knowing what is happening in the rural area. But if you go to rural areas, particularly North India, and all, if you see, most of the villages in the last 5 years has got drinking water tap connections, and that has benefited them a lot. Now, next 5 years, what government is going to focus on is the, most probably this same government will come with a hope that I am telling it. There's a rooftop solar that government is going to focus on. 1 crore house to have rooftop solarization, and a meaningful subsidy will be given, and the scheme will be announced in the June month when the full budget they are going to announce. And the most important thing is that it will generate lot of employment. Mainly, if you see solar panel, it can be imported from China or any other country, whereas the work it has to be done. That will generate lot of employment. And one of the important thing which has happened the last 1 year is the solar module prices has down very sharply, and that is going to bring down the cost of installation, overall charges, and that will help overall. The cost of power will come down. And this is the China solar module prices. If you see December 22, it was $0.26 per US dollar per watt the cost. Now it has come to 0.15. Almost 42% fall was there. The next cheapest was in India, 0.22. China, as everyone know that they have large factories to manufacture solar module, and they are dumping throughout the world. And recently, one company called Borosil Renewables. Many of them would have heard it's a listed company. That company showed losses. Day before yesterday, company results came. His MD came for interview in CNBC. He was asked why company made losses. Means he was telling that last 4-5 years, but it has now come down. In the last 6 months, no, the price erosion has come down. See, calendar year 24, if you see 30 billion opportunity is there. 25, 30 billion. Calendar year 26, 28 billion. Calendar year 27, 32 billion. So large opportunities waiting for the companies which are doing business in US. And valuations also reasonable. Most of the companies were trading less than 30 PE, trailing 12 months, and the balance sheet also very strong. One important observation I see in the market is that this is the stock price of Meta platforms, the Facebook company. Many of them will be knowing it. So the stock was going up from 2019. It was going up gradually, and just before mid of 2021, the stock price came to around more than 300. But from there, it fell very sharply and came to 90. And within another 1 year, it went up. Now it is around $450. A very large company, which is analyzed by hundreds and thousands of analysts, within 2-3 years, the stock falling by 75%, then again rebounding it and again going back means we are getting a question whether markets are efficient. Previously, we believe that everything is discounted by the market. Markets are very efficient. Like that, there's a big theory is that a very well analyzed company falling by 75%, again rebounding and again going above that within 2-3 years period means, is it market efficient or markets are overreacting on upside as well as downside? 20 years, 30 years back,
there was no algorithm trading, artificial intelligence trading, like that many things are there. Now if you see that now number of investors were high, and there are a lot of financial fin influencers, and most of them are getting the same information. Suppose some bad news comes, means everyone trying to sell it. What will happen? The price will fall very sharply, and previously it's not like that. Price will fall gradually, it will fall, because only those who are top fund managers, they used to get the information, and they will sell gradually. Retail investors, we don't know, we don't have any information. Now it's not like that. The fund manager getting an information, the same information is now getting by all retail investors at the same time. So everyone trying to react for the same news, generally there is a period of overreaction. And that is why you see, whenever stocks falls, it used to fall very sharply. Similarly, when good news comes, it is going up very sharply. Moreover, now if you see that lot of fin influencers are there in YouTube. Some of them are having even 3 lakh, 4 lakh viewers are there. Suppose if they recommend one stock one day, means even if you take 10% of their viewers, and it will come to around 30,000, 40,000 people will come. Even if they buy 100 shares each, means what will happen? 30 lakh, 20 lakh shares buying from a single influencer. Like that, there are many influencers are there, and he can easily take up the stock price very easily. And many technical analysts are there, so they will buy only when there is a breakout, and if the stocks falls below the resistance, the support level, means they will sell it. Since many are following it, at the same time everyone trying to sell it, or everyone trying to buy it. So the market condition atmosphere has changed, and it is going to do what will happen, means the price will fall much more than it deserves. Similarly, it will go up much more than it has to go up. Algorithm trading is there. Then there are passive players who buy simply because it is getting added into the index, and things has changed now, and we cannot expect to say what has happened 10, 20 years back to happen from here on. The market will react on both sides very aggressively, on both downside as well as on the upper side, and it will give opportunity to a player, a rational player. But if we feel that a stock has gone up, and I'm sitting on 100% of profit, means anytime the profitability can erode. Within few days, the profitability can erode because of the market condition changing. Q3 earnings almost flat, IT earnings were flat, FMCG results were not that good. Hindustan Unilever, 3 big stocks, HDFC Bank, Kotak Bank, Hindustan Unilever. If you see 3 years back and a video of any TV analyst or any fund manager, if you ask them what you will buy, means they will tell these 3 stocks: HDFC Bank, Kotak Bank, Hindustan Unilever. They would have told 3 years back. In the last 3 years, all the 3 stocks has given 0 return. Mixed results from FMCG. Pharma results were good. I told chemical results were bad. So it is expected that Nifty company is expected to around 13% growth in profits, while sales in single digit in the current quarter. Overall results, if you see that around 976 companies, sales around 6% up, whereas profit up by 25%, mainly because of increase in the margin. And mutual fund, our MD already told, 21,000 crores came last month, and SIP 18,800 crore came last month SIP figure. If you see, gradually it is going up. It was less than 10,000 3 years back. Now it is gradually going to 18,800. As one of our clients told that big crash unlikely to come, because this SIP money is going to give cushion to the market. So overall, it will give big support to the market. But individual stocks, if they are not doing well, means they can fall by 40%, 50% very easily. So the road ahead, what we are expecting is that in the last 2 months, 3 months, the momentum we saw in the mid and broader market, particularly mid and small cap sector, the momentum will moderate. That's what my expectation is there. And sector and stock churning will happen. And distribution in the last 2, 3, 6 months, many stocks has even 5 times, 4 times like that.
in some of the stocks where that is not much fundamental, the distribution may happen. That are to watch foreign institutional flows and political scenario. So many of them have forget that the election is going to come, and no one is discussing now because the same government is expected to come back to power. That is taken for granted. So that one we have to watch it. Okay, thank you.